പിണറായി വിജയന്റെ ഡ്രൈവർക്കും രക്ഷയില്ല, കൂമ്പിന് ഇടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവറായ PK അനൂപിനെ മർദ്ദിച്ചതായി പരാതി. അനൂപ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് DGPക്ക് നേരിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെ മർദ്ദിച്ചത് റെയിൽവേ പോലീസുകാരായ 2 പേരാണെന്നാണ് പരാതിയിൽ അനൂപ് പറയുന്നത്. ശരത്, ജയൻ എന്നീ 2 റെയിൽവേ പോലീസുകാരാണ് തന്നെ ആക്രമിച്ചതെന്നാണ് അനൂപ് DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇനി എന്താണ് ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് നമുക്ക് പരിശോധിക്കാം. മെയ് 30 ഉച്ചയ്ക്ക് 3 മണിക്ക് പിണറായി വിജയൻ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അദ്ദേഹത്തിന് കണ്ണൂരിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മുന്നിൽ പോകുന്നു. ഒരു എസ്കോർട്ട് കാറ് പുറകിലുണ്ട്. എസ്കോർട്ടിൽ ഉദ്യോഗസ്ഥരുമുണ്ട്. അങ്ങനെ അദ്ദേഹം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വന്നിറങ്ങുന്നു. ഓടിച്ചിരുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് PK അനൂപാണ്. അനൂപാകട്ടെ AKG സെന്ററിലെ ജീവനക്കാരനാണ് അനൂപ്. എങ്ങനെയാണ് AKG സെന്ററിലെ ജീവനക്കാരൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ ഡ്രൈവറായി എന്ന് ചോദിച്ചാൽ, പിണറായിക്ക് ഔദ്യോഗികമായി വസതിയെയോ അതുപോലെ തന്നെ വാഹനമടക്കമുള്ള സംവിധാനങ്ങൾ ഇതുവരെയും ലഭിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് AKG സെന്ററിലെ ഡ്രൈവറായിട്ടുള്ള PK അനൂപിനെ അദ്ദേഹം ഒപ്പം കൂട്ടിയത്. അദ്ദേഹം അവിടെ വന്നിറങ്ങുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നവർക്കറിയാം, അവിടെ പാർക്ക് ചെയ്യാൻ ഇടമില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിയിട്ട് കാറ് പോവുകയാണ് ചെയ്യുന്നത്. ആൾക്കാരെ അവിടെ ഇറക്കിയിട്ട് പോകുകയാണ് ചെയ്തത്. അല്ലാതെ അവിടെ അധിക നേരം നിൽക്കാൻ സമയമില്ല. കാരണം വലിയൊരു ക്യൂ ആണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ വന്ന വണ്ടി, PK അനൂപ് ഓടിച്ചിരുന്ന വണ്ടി അവിടെ നിർത്തിയിട്ടു. പിണറായി വിജയൻ ഇറങ്ങി. തൊട്ടു പിന്നാലെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. എസ്കോർട്ടിൽ 4-5 ഉദ്യോഗസ്ഥരും ആ വണ്ടി ഉണ്ടായിരുന്നു സുരക്ഷയുടെ ഭാഗമായിട്ട്. അവിടെ നിർത്തിയിരുന്ന വണ്ടി കണ്ടപ്പോൾ ഈ 2 പേർ, ശരത്, ജയൻ എന്നീ 2 റെയിൽവേ പോലീസുകാർ എടുത്തുകൊണ്ട് പോടാ നിന്റെ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ PK അനൂപ് പറയുന്നത്. അനൂപിന്റെ പരാതിയിൽ പറയുന്നത് വണ്ടി അവിടെ ഇട്ടു, പിണറായി വിജയൻ ഇറങ്ങി. സെക്കൻഡുകൾക്കകമാണ് ഇവർ വന്ന് ഇത്തരത്തിൽ പെരുമാറിയത്. ഉടൻ തന്നെ എസ്കോർട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ടു, ഈ ഒരു സംഘർഷത്തിൽ ഇടപെട്ടു. പക്ഷേ അവരെ ഒന്നും വകവെക്കാതെ തന്നെ അനൂപിനെ മാരകമായി മർദ്ദിക്കുകയായിരുന്നു. കഴുത്തിന് പിടിച്ച് ഇടിച്ചു തുടങ്ങിയിട്ടുള്ള പരാതികളാണ് അദ്ദേഹം DGPക്ക് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്ത് നടപടി ഇതുവരെ സ്വീകരിച്ചു എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. ഈ ശരത്, ജയൻ എന്നിവർക്കെതിരായിട്ട് DGP നടപടി എടുത്തിട്ടുണ്ടോ, അത് ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഈ മർദ്ദനമേറ്റ അനൂപ് പറയുന്നത്, ഈ 2 പേരെ ഞാൻ തിരിച്ചറിഞ്ഞത് അവരുടെ ഈ ബാഡ്ജിൽ അവരുടെ പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കൃത്യമായിട്ടുള്ള പേര് തനിക്ക് മനസ്സിലായെന്നാണ് അനൂപ് പരാതിയിൽ പറയുന്നത്. ഏതായാലും പിണറായി വിജയന് ഔദ്യോഗികമായിട്ടുള്ള വാഹനവും വസതിയും അനുവദിച്ചിട്ടില്ല നിലയ്ക്ക് ഇത്തരത്തിൽ AKG സെന്ററിൽ നിന്നുള്ള ഡ്രൈവറാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹമാണ് PK അനൂപ്. അനൂപിനാണ് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത്. ചുരുക്കത്തിൽ പിണറായി വിജയന് എതിരായി വലിയ തോതിൽ ജില്ലാ കമ്മിറ്റിയിലടക്കം, ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം, ഏരിയ കമ്മിറ്റിയിലടക്കം വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ ആ റെയ്ഡിന്റെ 2-3 ദിവസം മാത്രമേ പിണറായി വിജയന് വിമർശനം ഏൽക്കാതിരിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിന് മുൻപും ശേഷവും ഇന്നലെ അടക്കം പിണറായി വിജയനെ കടുത്ത ഭാഷയിലാണ് പാർട്ടി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവർക്കും ഇത്തരത്തിൽ മർദ്ദനമേറ്റിരിക്കുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ കഷ്ടകാലമാണോ എന്ന് നമുക്ക് നാടൻ ഭാഷയിൽ തന്നെ ചോദിക്കേണ്ടി വരും. ഏതായാലും എസ്കോർട്ട് ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ട് പോലും റെയിൽവേ പോലീസുകാർ അനൂപിനെ വളഞ്ഞിട്ട് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വണ്ടി എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് അനൂപ് പറയുന്നത്. ഏതായാലും കാത്തിരിക്കാം ഇക്കാര്യത്തിൽ DGP എന്ത് നടപടി സ്വീകരിക്കും. നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ പിണറായി വിജയൻ നേരിട്ടോ അല്ലെങ്കിൽ പാർട്ടിയോ ഇടപെടാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.